ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്കർ ഉണ്ടാക്കിയാലോ? അല്ല, നമ്മൾ ഈ ഒരു പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് അതിൽ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ച് വരയ്ക്കാം. നിങ്ങൾ ഫോണിൽ ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്താൽ വരച്ചാൽ മതിയായിരിക്കും. അടുത്ത വീഡിയോ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫസ്റ്റ് വരയ്ക്കുന്നത് ചെറിയാണ്. ചെറി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പൊ ഇതേപോലെ എല്ലായിടത്തും വരച്ചു കൊടുക്കണം. അപ്പൊ ഗൈസ് നമ്മൾ ഇതേപോലെ 3 പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് പിക്ചറായാലും വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇതിൽ കളർ കൊടുക്കാം. ഞാൻ ഇവിടെ മാർക്കർ വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. അപ്പൊ ഇതാ ഇതേപോലെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കുക. അപ്പൊ അതേപോലെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് കളർ ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ് ഇതെല്ലാം നമ്മൾ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഫുൾ സെലോ ടേപ്പ് വെച്ച് ചെയ്യണം. അപ്പൊ ആ സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതേപോലെ ഇവിടെ മൊത്തം നമുക്ക് ഇത് കളർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇവിടെ ചെറി ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ലീഫ് വരയ്ക്കാൻ മറന്നുപോയി. അപ്പൊ ഇതാ ഇവിടെ ലീഫ് വരച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതിലാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ കൊള്ളാന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ സെലോ ടേപ്പ് വെച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഗൈസ് നമ്മളിത് ഫുള്ള് സെലോ ടേപ്പ് വെച്ച് കവർ ചെയ്തു. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സെലോ ടേപ്പ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ട് പറിക്കുവാണെങ്കിൽ അത് കീറി പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ സെലോ ടേപ്പ് ഒട്ടിക്കുന്നത്. ഇതേപോലെ നോക്കുന്നു. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പേസ് നിങ്ങൾ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ഇതേപോലെ ഈ പിക്ചർ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ ഈ വെട്ടിയെടുത്ത പിക്ചർ അതിന്റെ പുറകിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഇതിന്റെയും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഗൈസ് നമ്മളിത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു നോക്കാം. നമ്മൾ പുറകെ ഡബിൾ സൈഡ് ടേപ്പിന്റെ ഒരു സാധനം പറിച്ച് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പേപ്പറാണ്. അതിനകത്താണ് ഞാൻ ഒട്ടിക്കുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ സ്റ്റിക്കർ. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.